ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് IT പാർക്കുകളായ നമ്മുടെ കോഴിക്കോടുള്ള സൈബർ പാർക്ക്, അതുപോലെ കൊച്ചിയിലുള്ള ഇൻഫോ പാർക്ക്, ഇവിടെ പ്രവർത്തിച്ചു വരുന്ന വിവിധ കമ്പനികളിലെ ലേറ്റസ്റ്റ് വേക്കൻസീസുമായിട്ടാണ്. സോ നമുക്ക് ഏതൊക്കെ പോസ്റ്റിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്, അതിൽ അവർ ചോദിക്കുന്ന യോഗ്യത എന്താണ്, എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കോഴിക്കോട് സൈബർ പാർക്കിൽ റിപ്പോർട്ട് ചെയ്ത ഓഡോക്സ് സോഫ്റ്റ് ഹബ് എന്ന് പറയുന്ന കമ്പനിയിലെ രണ്ട് വേക്കൻസീസ് ആണ്. രണ്ട് പോസ്റ്റുകളിലായിട്ടാണ് ഇവിടെ വേക്കൻസീസ് വന്നിട്ടുള്ളത്. ഒന്ന് ഓഡോ ഡെവലപ്പറിന്റെ പോസ്റ്റിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 2 to 3 years ആണ് ചോദിക്കുന്നത്. രണ്ടാമത്തെ വേക്കൻസി വന്നിട്ടുള്ളത് ജൂനിയർ പ്രോജക്ട് കോർഡിനേറ്റർ എന്ന പോസ്റ്റിലാണ്. അത് ഫ്രഷേഴ്സിനും അതേപോലെ 1 year ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ഒരു റെലവെന്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ യോഗ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഈ കാണുന്ന ഇവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID-യിലേക്ക് hr@odocsofthub.com എന്ന പറയുന്ന ഇവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID-യിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അയക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഏതൊരു കമ്പനിയിൽ ഏതൊരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂമെ, നിങ്ങളുടെ കറക്റ്റ് യോഗ്യത, നിങ്ങളുടെ കറക്റ്റ് എക്സ്പീരിയൻസ്, നിങ്ങളുടെ കറക്റ്റ് ഫോൺ നമ്പർ, കറക്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇമെയിൽ ID മുതലായ കാര്യങ്ങളൊക്കെ വെച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂമെ അയക്കുക. അതിൻ്റെ കൂടെ തന്നെ സബ്ജക്ട് ടാഗിൽ ഏത് പോസ്റ്റിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു പോസ്റ്റിൻ്റെ പേര് കൂടി മെൻഷൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കോഴിക്കോട് സൈബർ പാർക്കിലുള്ള ഗെറ്റ് ലീഡ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. ഇവിടെ ഫ്രണ്ട് ആൻഡ് ഡെവലപ്പറിന്റെ വേക്കൻസി ആണ് വന്നിട്ടുള്ളത്. ഇത് എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസി ആണ്. 2+ years ആണ് അവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. സ്കിൽ സെറ്റ് അവർ ഇവിടെ പറയുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID-യിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളതും കോഴിക്കോട് സൈബർ പാർക്കിലുള്ള സെയിം കമ്പനിയിൽ തന്നെയാണ്. ഗെറ്റ് ലീഡ് എന്ന് പറയുന്ന കമ്പനിയിൽ ക്ലയന്റ് റിലേഷൻഷിപ്പ് മാനേജർ, അത് സെയിൽസിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കേണ്ട ഇമെയിൽ ID-യും സെയിം തന്നെയാണ്. hr@getlead.co.uk എന്നാണ് അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന വേക്കൻസീസ് കൊച്ചി സൈബർ പാർക്കിലുള്ള ക്യൂബെറ്റ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. ഈ പറയുന്ന കമ്പനിയിൽ ഡെവലപ്പേഴ്സിന്, അതായത് എഞ്ചിനീയേഴ്സിന് ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട്. വിവിധ പ്രോഗ്രാംസിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. പൈത്തൺ ലീഡിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്, പൈത്തൺ ഡെവലപ്പറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്, ജാവ ഡെവലപ്പർ, ലെറാവൽ ഡെവലപ്പർ, റിയാക്ട് JS ഡെവലപ്പർ, ലെറാവൽ വ്യൂ ഡെവലപ്പർ, DevOps എഞ്ചിനീയർ മുതലായ നിരവധി കമ്പ്യൂട്ടർ സയൻസ് മേഖലയിൽ ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഈ വേക്കൻസി ഒക്കെ വന്നിട്ടുള്ളത് കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ക്യൂബെറ്റ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. ഏറ്റവും ആദ്യം തന്നെ വന്നിട്ടുള്ള വേക്കൻസി റിയാക്ട് JS ഡെവലപ്പറിന്റെ വേക്കൻസി ആണ്. 4 to 8 years ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. നോട്ടീസ് പീരീഡ് 15 അല്ലെങ്കിൽ 30 അഥവാ ഇമ്മീഡിയറ്റ് ജോയിനർ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. സ്കിൽ സെറ്റ്സ് നിങ്ങൾ നോക്കുക. എല്ലാത്തിൻ്റെയും സ്കിൽ സെറ്റ്സ് വായിക്കുകയാണെങ്കിൽ വീഡിയോ ഒരുപാട് ലോങ് ആവും. സോ നിങ്ങളുടെ റെലവെന്റ് സ്കിൽസ് ഇതിൽ മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ CV അയച്ചു കൊടുത്ത് തന്നെയാണ് ചെയ്യേണ്ടത്. hr@qubet.tech.com എന്നാണ് അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID വരുന്നത്. സബ്ജക്ട് ടാഗിൽ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഈ ഒരു പോസ്റ്റിന് റിയാക്ട് JS ഡെവലപ്പറിന്റെ പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സബ്ജക്ട് ടാഗിൽ ഈ ഒരു പോസ്റ്റിന്റെ നെയിം മെൻഷൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പൈത്തൺ ഡെവലപ്പറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. 3 to 6 years ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അയച്ചു കൊടുക്കേണ്ട ഇമെയിൽ ID സെയിം തന്നെയാണ്. hr@qubet.tech.com എന്നാണ് വരുന്നത്. DevOps എഞ്ചിനീയറിന്റെ വേക്കൻസി വന്നിട്ട് 3 to 6 years ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. പൈത്തൺ ലീഡിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. ലീഡിന്റെ പോസ്റ്റ് ആയതുകൊണ്ട് 7 to 10 years ചോദിക്കുന്നുണ്ട് എക്സ്പീരിയൻസ്. അതുപോലെ ടീം ലീഡിംഗിൽ ഒരു 4+ years ഒക്കെ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട്. അതേപോലെ ലെറാവൽ വ്യൂ ഡെവലപ്പറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. 5 to 7 years ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. അടുത്ത പോസ്റ്റ് ജാവ ഡെവലപ്പർ ആണ്. ജാവ ഡെവലപ്പറിനും 3 to 5 years എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. എല്ലാത്തിനും നോട്ടീസ് പീരീഡ് കോമൺ ആണ്. 15 അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ജോയിനർ ആവണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ CV അയച്ചു കൊടുക്കേണ്ട ഈ ഒരു ഇൻഫോ പാർക്കിലെ ക്യൂബെറ്റിന്റെ ഇമെയിൽ ID വരുന്നത് hr@qubet.tech.com എന്ന് തന്നെയാണ്.
അടുത്ത വേക്കൻസി സെയിം തന്നെയാണ്, ലറാവൽ ആണ്. ലറാവൽ ഡെവലപ്പറിന് 2 to 4 years ഓഫ് ആണ് അവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. സോ ഇത്രയും വേക്കൻസീസ് ആണ് നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലും കോഴിക്കോട് സൈബർ പാർക്കിലുമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാം. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.